അല്ലേ? അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് പോകാം. ചോപ്പർ അടിക്കാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മളെ ചോപ്പർ. കണ്ടില്ലേ, ഇത് ഗ്രീൻ ചെഫ് കമ്പനിയുടെ ചോപ്പറാണ്. അടിപൊളി ചോപ്പറാണ്. ഇത് ചോപ്പറിൽ മാങ്ങ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാരറ്റ് ഇതാ കണ്ടില്ല, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, നമ്മളെ കക്കരിക്ക, നമ്മൾ ബിരിയാണിക്ക് നമ്മൾ ബിരിയാണി കല്യാണത്തിന് ബിരിയാണി വയ്ക്കില്ല, പയ്യ പറയില്ല കച്ചമ്പറ്. അപ്പൊ കച്ചമ്പറൊക്കെ ഉണ്ടാക്കാൻ ചോപ്പറുണ്ടെങ്കിൽ കച്ചമ്പറ് വരും. അപ്പോൾ ആ സംഭവമാണ് ഇത്. ഇതിന് റേറ്റ് പറയുകയാണെങ്കിൽ 499 രൂപയാണ് നിങ്ങൾക്ക് റേറ്റ്. 4 മാസം വാറന്റി ഉണ്ട്. ഇത് എന്താണ് പച്ചക്കറി കൊണ്ട് 530 രൂപയാണ്. 500 രൂപ ആയിരിക്കുന്ന സംഭവത്തിന്. ഇത് എന്താണ് പച്ചക്കറി ഇടാൻ ഇതൊന്ന് വലിക്കുക. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കിട്ടുന്ന സംഭവമാണ്. അപ്പൊ നമുക്കൊന്ന് കൊതിച്ചോട്ടെ. ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ടാപ്പൊക്കെ നയിക്കും. ഇതാണ് സംഭവം. ഇതല്ലേ ഇതാണ് ചോപ്പർ. കളർന്ന് കഴിച്ചോക്കാം. ഇതാണ് ആ ചോപ്പർ എന്ന് പറയുന്ന സാധനം. ഇതാ അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് നോക്കാം. ഇത് നല്ലൊരു ബ്ലേഡൊക്കെ ആണ്. 3 ഐറ്റം ബ്ലേഡ് ഉണ്ട്. ഇത് പച്ചക്കറി ഇതാ പച്ചക്കറി ഇടുക, ബ്ലേഡ് വെക്കുക, പച്ചക്കറി ഇടുക, എന്നിട്ട് ഇത് മൂടുക. ഇത് കറക്റ്റ് ആവട്ടാ. അപ്പോൾ ഇത് 450 രൂപയാണ്. ചുരുങ്ങിയതൊരു കുറഞ്ഞ വിലക്ക് ഇത് കിട്ടും. ഒരു 400 ചില്ലറ കിട്ടും. 500 ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ദശ അനുസരിച്ച് വെക്കണം. ഈ സാധനം ഇവിടെ ഒരു കോലുണ്ടാവും, കോലിക്ക് വെക്കണം. എന്നിട്ട് ഇത് വെക്കുക. എന്നിട്ട് ഈ സാധനം ഈ ഓട്ടൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടാം. എന്താ പിടിക്കുക? ഫുൾ കച്ചമ്പർ റെഡി. നമുക്ക് ഒരു ക്യാരറ്റും ക്യാബേജും വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കല്ലേ. ഇതിട്ട് നമുക്ക് കേൾക്കാൻ പോകുന്നു. സാധനം നോക്കിച്ച് ഇത് നമുക്കൊന്ന് ഈ പീലറായിട്ട് പീൽ ചെയ്യും. എന്നിട്ട് തൊലി കഴിഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. ക്യാരറ്റിനെ അപ്പോൾ നമുക്ക് ക്യാരറ്റിനാണ് തൊലി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെറുതല്ല ഒരു കണ്ണങ്ങളായിട്ട് എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള പണിയൊക്കെ വന്നിട്ടു. നമ്മൾ വെട്ടി വെച്ച ക്യാരറ്റ് കുറച്ചുള്ള മാറ്റുന്നത് കുറച്ചിടാൻ പറ്റുള്ളൂ. ഞാൻ ഫുള്ളിടണം. നല്ലപോലെ ആയി വരുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ കിട്ടുമ്പോൾ കണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് മതി. ആ 2 വരി മതി. ഞാനത് കുറെ വരി അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ എങ്ങനെയുണ്ട് മക്കളെ നമ്മളെ ചോപ്പറിന്റെ പണി? കച്ചമ്പർ രൂപത്തിലായി വന്നിട്ടുണ്ട്. നമ്മളെ ക്യാമറ സെൽഫിയിൽ കണ്ടില്ലേ? നോക്കാണി ചെറിയ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചോപ്പർ സാധനം. നമ്മള് ഇവിടെ നോക്കുക. ഇതില് നമ്മള് തിന്നാ സലാഡൊക്കെ ഉണ്ടാക്കിയ ഇതിലിട്ടാണ് നമുക്ക് ഇങ്ങനെ തിന്നാ. നോക്ക് ഇത് പച്ച ചെറുതായി കണ്ടില്ലേ? ഇനിയും കൂടി കുറെ അടിച്ചാല് എന്നാൽ പേസ്റ്റ് വേണമെങ്കിൽ ഇതിന് കാണും ചെറുതാവും.
പിന്നെ വെജിറ്റബിൾ മാത്രമല്ല മാങ്ങ ഫ്രൂട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാം. മാങ്ങ 4 ഉണ്ടാക്കിയാണ് ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെയാണ് ഇരിക്കുന്നുണ്ട് മതിയാവും. അപ്പോൾ എക്സസൈസ് മതിയാണ്. അപ്പോൾ രാവിലെ നിങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉള്ളിക്കര ഒരിക്കലും മഴ വെക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റോപ്പിൻ്റെ എല്ലാം വളർന്ന ഒരു ഓടി വന്നു ഇങ്ങനെ വലിച്ച എക്സസൈസും കൂടിയാണ്. ഞങ്ങൾ പിന്നെ വലിച്ച് കൊള്ളങ്ങളൊക്കെ ഞാൻ വലിച്ച് എത്ര കഴിക്കുന്നത് നല്ല രസം നിങ്ങൾ വലിക്കാൻ. നമ്മളെ വീട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഓടി വന്നു രാവിലെ ഒരു എക്സസൈസും കൂടി അങ്ങനെ വലിച്ചൂട് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ അതിനെക്കാണ്ടി അരിമണി നല്ലിരിക്കുന്നു കണ്ടാ. റഫീൽ ഇത് കണ്ടപ്പോ നിക്കാൻ കഴിയണം. ജോൺക്കും ഇത് അരിയണം തന്നെ. കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ വലിക്കല്ലേ. എങ്ങനെയുണ്ട് റഫീലെ? ആ പിന്നെ വേറെ കാര്യം, ഇത് കുട്ടികളോട് പറഞ്ഞ രാവിലെ തന്നെ ഒരു അരിയാനും വേണ്ടി വന്നതാണ്. നിങ്ങളൊന്നും ആ പാടില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ ആക്കണാണ്. നിർത്തിക്ക ഞമ്മത് കാണിച്ചരാ. ഇത് സോപ്പും പൊടി പോലെ ആയിക്കും ഇതൊക്കെ. ഇത് ഞാൻ നേരത്തെ കാണിച്ചതിനെ കാണി കഷ്ടമല്ല. അപ്പൊ ഇത് ഞങ്ങളിങ്ങനെ അരിയണ. അപ്പൊ നിങ്ങൾ കച്ചമ്പതൊക്കെ ഉണ്ടാക്കാം. ഇതന്നെ മതി മക്കളെ. പിന്നെ നമ്മൾ അരിച്ചിട്ടാണ് ഇങ്ങനെ തിന്നും ചെയ്യാം. ക്യാബേജൊക്കെ കുട്ടികൾക്ക് നല്ല സാധനമാണ്. ഓരോട് നല്ല പൊടിയാന്ന് പറഞ്ഞാണ്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്താൽ വെജിറ്റബിളൊക്കെ ഇട്ടാണ്ട് കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പറാണ്. പിന്നെ ഇത് കാലിയൊക്കെ അടിക്കരുത്. അപ്പോൾ അത് കേട് വരുന്നതാണ് കേട്ടോ. കാലി കണ്ടിട്ട് ഇങ്ങനെ വലിക്കരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പിന്നെ ഗ്ലാസ്സാണ് അടി കണ്ടാ. ഗ്ലാസ് അല്ല ചെറുതായിട്ട് കട്ടിയൊക്കെ ഉണ്ട്. നെറ്റൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതാണ് ആ പെട്ടിമുള്ള സംഭവം. ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ കൂട്ടുകാരുടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.